ഡൽഹി 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ തിരഞ്ഞെടുക്കാൻ സെലക്ടർമാർ അടുത്ത രീതിയിൽ തന്നെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് കടന്നു പോകുന്നത്. ഡൽഹിയിൽ 2020 പരമ്പരയ്ക്കുള്ള കാര്യങ്ങൾ വളരെയധികം കൃത്യമായി തന്നെ എല്ലാവരും നോക്കുകയും ചെയ്യുന്നു. ഇതിൽ എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത് നിർണായകമായ ഒരു 3-ാം നമ്പർ ബാറ്റിംഗ് പൊസിഷൻ തന്നെയാണ്. ശുഭ്മൻ ഗില്ലോ അതോ സഞ്ജു സാംസണോ? ഈ രണ്ടു പേരിൽ ആര് വേണമെന്ന കാര്യത്തിൽ ടീം മാനേജ്മെന്റിന്റെ പ്രധാന ചർച്ച ഇപ്പോഴും നടക്കുന്നുണ്ട്. മഞ്ഞുവീഴ്ചയുള്ള ഡൽഹിയിലെ പിച്ചിൽ ഇന്ത്യയുടെ മിഡിൽ ഓവർ തന്ത്രങ്ങൾ എന്തായിരിക്കുമെന്ന് നിശ്ചയിക്കുന്നതാകും ഈ തീരുമാനം. കനത്ത മഞ്ഞുവീഴ്ചയുള്ളതിനാൽ തന്നെ ഡൽഹിയിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കുന്നത് വളരെ വൈകിയായിരിക്കും എന്നത് പറയാം. കനത്ത മഞ്ഞുവീഴ്ചയുള്ളതിനാൽ ഡൽഹിയിലെ രാത്രി മത്സരങ്ങളിൽ കൃത്യമായ ബാറ്റിംഗ് പ്ലാൻ ആവശ്യമാണ്. പവർ പ്ലേയിൽ പെട്ടെന്ന് വിക്കറ്റ് വീണാൽ ഇന്നിംഗ്സ് പടുത്തുയർത്താൻ കെൽപ്പുള്ള ഒരാൾ വേണം. എന്നാൽ 8-ാം ഓവറിലാണ് ക്രീസിലെത്തുന്നതെങ്കിൽ സ്പിന്നർമാർക്കെതിരെ തുടക്കം മുതലേ തകർത്തടിക്കാൻ കഴിയുന്ന ബാറ്റ്സ്മാനെയാണ് ആവശ്യം. നായകൻ സൂര്യകുമാർ യാദവ് 4-ാം നമ്പറിൽ ഉറച്ചു നിൽക്കുമ്പോൾ 3-ാം നമ്പറിൽ വിശ്വസ്തനായ ഒരു ബാറ്റ്സ്മാൻ അനിവാര്യമാണ്. പേസർമാർക്ക് അനുകൂലമായ പിച്ചുകളിൽ മികച്ച സാങ്കേതിക മികവോടെ തന്നെ ബാറ്റ് ചെയ്യാൻ ശുഭ്മൻ ഗില്ലിന് കഴിയും. തുടക്കത്തിൽ പന്ത് നന്നായി സ്വിംഗ് ചെയ്യുമ്പോൾ വിക്കറ്റ് കളയാതെ ടീമിന് മികച്ച അടിത്തറയിടാൻ ഗില്ലിന് സാധിക്കാറുണ്ട്. എന്നാൽ മിഡിൽ ഓവറുകളിൽ നല്ല സ്പിന്നർമാർക്കെതിരെ ഗില്ലിന്റെ റൺ റേറ്റ് കുറയുന്നുണ്ടെന്ന് തിരിച്ചടിയാണ്. പേസിംഗ് വേളകളിൽ റൺ റേറ്റ് താഴുന്നത് ഫിനിഷർമാർക്ക് കടുത്ത സമ്മർദ്ദമുണ്ടാക്കും. അതേസമയം ലെഗ് സ്പിന്നിനും ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളിങ്ങിനുമെതിരെ സഞ്ജു സാംസൺ ആക്രമിച്ചു കളിക്കുന്ന ശൈലിയുള്ളയാളാണ്. സ്വീപ്പ് ഷോട്ടുകളുടെ വേഗതയിലൂടെ സ്ട്രൈക്ക് റൊട്ടേഷനിലൂടെ മിഡിൽ ഓവറുകളിൽ റൺ റേറ്റ് ഉയർത്തിപ്പിടിക്കാൻ സഞ്ജുവിന് കഴിയും. കൂടാതെ ഇടം കയ്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയ്ക്കൊപ്പം ഒരു ലെഫ്റ്റ് റൈറ്റ് കോംബോ ഉണ്ടാക്കാനും സഞ്ജുവിന് സാധിക്കും. ഇത് എതിർ ടീമിന്റെ ബോളിംഗ് പ്ലാനുകളെ തകർക്കാൻ ഏറെ സഹായകരമായ ഒരു കാര്യമാണെന്ന് കൂടി കൂട്ടിച്ചേർക്കാം. അതോടൊപ്പം പ്രേക്ഷകർ വളരെയധികം കൃത്യമായി ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയും വളരെ വ്യക്തമായ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഗില്ല് വേണമോ സഞ്ജു വേണമോ അതോ പലരും ഇതിനിടയിൽ പേരുകളിൽ വന്നപ്പോൾ പോലും ആർക്കും ഇതിലൊരു മറുപടിയുമില്ല, ആർക്കും ഇതിലൊരു തർക്കവുമില്ല. കൂടുതൽ പേരും സഞ്ജുവിന്റെ പേര് തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത്. ഗില്ല് വേണ്ട എന്നുള്ള തീരുമാനം അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് കൂടി സത്യമാണ്. ഡൽഹി T20യിൽ മുമ്പ് ടീം പ്രഖ്യാപിക്കുമ്പോൾ സെലക്ടർമാർക്ക് മുന്നിൽ വളരെയധികം സമയം അനിവാര്യമാണ്. ഇത്തരത്തിലെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കേണ്ടത് വളരെയധികം പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് എന്നതുകൂടിയാണ് ശക്തമായിട്ടുള്ളൊരു കാര്യം. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇത് ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നു.